വാതിലിൽ കൊട്ടിയത് ആരാന്നറിയാൻ മന്ദാകിനി പുറത്തേക്ക് തലയിൽ നീട്ടി വരും. തൊലയ്ക്ക് ഒറ്റയടി കൊടുത്ത് താഴെ ഇടണം. അതോടെ നമ്മുടെ ജോലി കഴിയും. ബാക്കി പണി ബോധം വീഴുമ്പോ മന്ദാകിനി തുടങ്ങിക്കോളും. അടിച്ചിട്ടത് പ്രേതാണെന്ന ചിന്തയിലേ നാളെ തന്നെ മന്ദാകിനി സ്ഥലം വിടാനാ സാധ്യത. അവര് നാളെ സ്ഥലം വിട്ടാ നമ്മുടെ ഫുഡിന്റെ കാര്യം എന്താവും? ആകെ അവതാളത്തിലാവുമല്ലോ. നമ്മൾ എന്തിനാ അതേക്കുറിച്ച് ചിന്തിച്ച് സമയം കളയുന്നേ? അതിനുള്ള സൊല്യൂഷൻ റീനാമ കണ്ടോളും. ഈ മന്ദാകിനി ഉണരുന്നില്ലല്ലോ. പരിസരം മറന്നുറങ്ങായിരിക്കും. വെയിറ്റ്. ആരാ വാതില് മുട്ടിയത്? ഇവിടെ തന്നെയാണല്ലോ. ആരാ ഈ നട്ടപ്പാതിരിക്ക് എന്റെ വാതിൽ തട്ടണത്? ആ കറുത്ത രൂപമായിരിക്കോ? എന്റെ കർത്താവേ, ഈ രൂപം എന്തിനാ എന്നെ പേടിപ്പിക്കണത്? ഇതിനെങ്ങനെ വിട്ടാ ശരിയാവില്ല. ഇന്ന് രണ്ടിലൊന്ന് ഞാൻ കാണിച്ചു തരാം. എടാ കറുത്ത രൂപമേ, നീ എന്നെ ശല്യപ്പെടുത്തുന്നത് ഇന്നത്തോടെ ഞാൻ അവസാനിപ്പിക്കും. ഈ മന്ദാകിനി നിനക്ക് ശരിക്കും അറിയില്ല. ഈ കറുത്ത രൂപത്തെ അടിച്ച് ഞാൻ താഴെയിടും. എന്റെ ഈശോയെ, എനിക്ക് ശക്തി തരണേ. ആരും മിണ്ടല്ലേ. മന്ദാകിനി ഇപ്പൊ പുറത്തു വരും. അടി കൊടുക്കുമ്പോഴേ തലയ്ക്ക് തന്നെ കൊടുക്കണം. മന്ദാകിനി അടിയുണ്ട് കോമലായിപ്പോയി എന്ത് ചെയ്യും? നമ്മുടെ പ്ലാൻ സക്സസ് ആവും. മന്ദാകിനിയുടെ ശല്യവും തീരും. പുതിയ കുക്കിനെ നമുക്ക് കൊണ്ടുവരികയും ചെയ്യാം. മന്ദാകിനി പുറത്തു വന്നില്ലല്ലോ. പക്ഷെ വാതില് തുറന്നു വന്നു. മന്ദാകിനി അകത്ത് ഒളിച്ചു നിൽക്കുവാണോ? കറുത്ത രൂപം അകത്തേക്ക് വരട്ടെ, അടിച്ച് താഴെ ഇടണം. വാ, നമുക്ക് അങ്ങോട്ട് പോയി നിൽക്കാം. വാടാ, കേറി വാ. നിന്നെ ഇന്ന് അടിച്ച് ഞാൻ താഴെ ഇടും. ആരെയും കാണുന്നില്ലല്ലോ. ആഹാ, അടിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണല്ലേ. അപ്പോ അടിക്കിട്ടേണ്ടവർക്ക് കിട്ടിയേ പറ്റൂ. അയ്യോ, ഏതോ പെണ്ണിന്റെ കരച്ചിലാണല്ലോ കേട്ടത്. അയ്യോ, ആരും മിന്റുവിനെയും മൃദുവിനും അടിച്ചിട്ടത് മന്ദാകിനി പുറത്തിറങ്ങിയോ? നിങ്ങളാണോ ഇവരെ അടിച്ച് താഴെയിട്ടെ? നീ എന്തിനാടി ഇവിടെ വടിയായിട്ട് വന്നത്? സത്യം പറയടി. ആരാ ഇവരെ കടിച്ചിട്ടത്? ആ കറുത്ത രൂപമാണോ? എന്റെ ഈശോയെ, 3 എണ്ണത്തിനും ബോധമില്ലല്ലോ. പിള്ളേരെ എണീക്ക്, എണീക്ക് പിള്ളേരെ.